ലേ പാലസിലെ കാഴ്ചകൾക്ക് ശേഷം അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഹാൾ ഓഫ് ഫെയിം കാണാൻ വേണ്ടിയാണ്. ഈ മതിൽക്കെട്ടിനപ്പുറത്താണ് ലേ വിമാനത്താവളം. ലേ നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം അകലെയായി ലേ കാർഗിൽ ഹൈവേയിലാണ് ഹാൾ ഓഫ് ഫെയിം സ്ഥിതി ചെയ്യുന്നത്. ഹാൾ ഓഫ് ഫെയിമിൽ ടിക്കറ്റ് എടുക്കാണ് 125 റുപ്യാണ് ഒരാൾക്ക്. ടിക്കറ്റിൻ്റെ കൂടെ എന്തൊക്കെയോ സാധനം ഉണ്ട്, ഒരു എംബ്ലം ഉണ്ട്, പിന്നെ ഒരു കീ ചെയിനൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നത്. ലഡാക്കിലെ ഹാൾ ഓഫ് ഫെയിം ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ഒരു സൈനിക മ്യൂസിയമാണ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരരായ സൈനികരെ ആദരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ സൈന്യം ഈ മ്യൂസിയം പണി കഴിപ്പിച്ചത്. കാർഗിൽ യുദ്ധത്തിലും സിയാച്ചിൻ മേഖലയിലും ഉപയോഗിച്ച ആയുധങ്ങളും ഉപകരണങ്ങളും അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ലഡാക്കി സംസ്കാരം, ചരിത്രം, സസ്യജന്തുജാലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. क्या नाम था? नाम सुना होगा, मेरे को सुना। क्या नाम सुना? उसका दूसरा नाम भी था, क्या था? क्या था? शेरशाह था। उनको टाल दिया था भगवान फजल कैप्चर करने के लिए। भगवान फजल कैप्चर तो कर दिए थे, लेकिन कैप्चर के दौरान खुद को भी धोखा लग चुका है। तब भी वो अपने के लिए परवाह नहीं करता, हो देश की चिंता देश के परवाह करता है. ഹാൾ ഓഫ് ഫെയിമിൻ്റെ ഹാളുകളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണുന്നത് ഈ വിശാലമായ ഈ സ്ഥലമാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികരുടെ പേരുകൾ കൊത്തിവെച്ച സ്മാരകവും അതുപോലെ തന്നെ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന അമർ ജവാൻ ജ്യോതിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അടുത്ത യാത്ര ലഡാക്കിലെ ശാന്തി സ്തൂപത്തിലേക്കാണ്. ബീഹാറിലാണെന്ന് തോന്നുന്നു, ഇതേപോലെ തന്നെ കണ്ടിരുന്നു. ഒക്കെ കച്ചവടങ്ങൾ കേട്ടോ. ഇതാണ് ലഡാക്കിലെ ശാന്തി സ്തൂപം. ഒരു കുന്നിൻ മുകളിലാണ് വെളുത്ത താഴികക്കുടമുള്ള ഈ ശാന്തി സ്തൂപം നിർമ്മിച്ചിട്ടുള്ളത്. 1991 ജപ്പാനീസ് ബുദ്ധമത സന്യാസിയായിരുന്ന ഗ്യോമിയോ നക്കാമുറയാണ് ഇത് നിർമ്മിച്ചത്. ലോക സമാധാനവും 2500ാമത് ബുദ്ധ ജയന്തിയും മുൻനിർത്തിയാണ് ഈ ശാന്തി സ്തൂപം നിർമ്മിച്ചിട്ടുള്ളത്. ശാന്തി സ്തൂപത്തിൻ്റെ ചുവരുകളിൽ ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. 2 നിലകളിലുള്ള ഈ നിർമ്മിതി പൂർണ്ണമായും വെള്ള മാർബിളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജപ്പാനീസ് ബുദ്ധമതക്കാരും ലഡാക്കി ബുദ്ധമതക്കാരും സംയുക്തമായാണ് ഈ ശാന്തി സ്തൂപം നിർമ്മിച്ചത്. 1981 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ലഡാക്കിലെ ഒരു ലാമയായിരുന്ന കുഷോക് ബക്കുല ഇന്ത്യൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ നൽകി. 11,843 അടി ഉയരത്തിലാണ് ശാന്തി സ്തൂപം നിലനിൽക്കുന്നത്. 500 സ്റ്റെപ്പുകൾ ഉണ്ട് ഇങ്ങോട്ട് കയറാൻ. പക്ഷേ ഓക്സിജൻ്റെ കുറവ് മൂലം നല്ല കിതപ്പ് അനുഭവപ്പെടും. എത്തിച്ചേരാൻ നല്ല ഒരു റോഡും ഉണ്ട്. 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ റോഡ് നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത്. 14ാമത് ദലൈലാമയായിരുന്ന ടെൻസിംഗ് ഗാറ്റ്സോ 1991 ഈ ശാന്തി സ്തൂപത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് ശാന്തി സ്തൂപത്തിനടുത്തുള്ള ഒരു മെഡിറ്റേഷൻ ഹാളാണ്.
ഇപ്പോൾ ഞങ്ങളുള്ളത് ലേയിലുള്ള മെയിൻ മാർക്കറ്റിലാണ്. ഇവിടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത്. കച്ചവടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേപ്പാളിലെ അതേപോലെ തോന്നും. കച്ചവടക്കാരെല്ലാം സ്ത്രീകളാണ്. അക്കാമ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് ഫുഡ്. അക്കാമ റെസ്റ്റോറൻറ്റ്. ഇന്ന് ലഡാക്കി സ്പെഷ്യൽ ഫുഡാണ്. ക്യാഷ് കൗണ്ടറിൽ ജീരകത്തിന് പകരം നാരങ്ങ മിഠായിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1400 അടി ഉയരത്തിലുള്ള മാഗ്നറ്റിക് ഹില്ലിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. റോഡിൽ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുള്ള ബോക്സിൽ വാഹനം ന്യൂട്രലിലിട്ട് നിർത്തിയാൽ വണ്ടി താനെ റോഡ് കയറിപ്പോകും. മലകളുടെ കാന്തിക ശക്തി കൊണ്ടാണിതെന്നും ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം ഇറക്കം കയറ്റമായി തോന്നുന്ന വെറുമൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണിതെന്നും രണ്ടഭിപ്രായമുണ്ട്.